കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബിന്റെ ട്രാൻസ്ഫർ പോളിസിയെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇത്രമാത്രം: മണി, ജസ്റ്റ് മണി, നത്തിങ് മോർ നത്തിങ് ലെസ്. പണം അല്ലാതെ വേറെ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ പോളിസിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ടീമിന്റെ സ്റ്റെബിലിറ്റിയോ സസ്റ്റൈനബിലിറ്റിയോ ഒക്കെയാണ് നോക്കുന്നതെന്ന് പറയുന്നതെങ്കിൽ പോലും അതൊന്നും അല്ല. എവിടെ നിന്നെങ്കിലും ഇവനെ സിംഗിൾ പെന്നി പോലും എങ്ങനെയും കളക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ കളക്ട് ചെയ്യുക എന്നതാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം. അവസാനത്തെ രാഹുൽ കെ പിയുടെ ട്രാൻസ്ഫറിന്റെ കാര്യം തന്നെ നമുക്ക് എടുത്ത് നോക്കാം. ഇന്ത്യൻ ഫുട്ബോളിലെ ഗോൾഡൻ ബോയ് ആയ രാഹുൽ കെ പിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയിലേക്ക് മറിച്ചപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ട്രാൻസ്ഫർ ഫീസ് 25 ലക്ഷം രൂപയിലും താഴെയാണ് എന്നുള്ള റിപ്പോർട്ട് വന്നപ്പോഴാണ് ചെളിക്കുണ്ടിൽ 5 രൂപ കടന്നാൽ അതുപോലും നാവ് കൊണ്ട് നക്കിയെടുക്കാൻ മടിക്കാത്ത ഒരു ട്രാൻസ്ഫർ പോളിസിയാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാവുന്നത്. അതിനങ്ങനെ മോശമായിട്ട് പറയാൻ പറ്റില്ല. ഓരോ രൂപയ്ക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. വെറുതെ കൊടുക്കുന്നതിൽ നല്ലത് ഓരോ രൂപയെങ്കിലും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. എന്ന തരത്തിൽ നമുക്ക് ഇതിനെ പോസിറ്റീവായിട്ട് വേണമെങ്കിലും കാണാം. പക്ഷേ ഈ പ്രോഫിറ്റ് മോട്ടീവായിട്ട് മാത്രം പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ മോശം ടെർമിനോളജികൾ ഉപയോഗിച്ച് അവരെ വിശേഷിപ്പിക്കുന്നത്. ഒഡീഷ എഫ് സിയിലേക്ക് 25 ലക്ഷം രൂപയിൽ താഴെ വരുന്ന ഒരു ട്രാൻസ്ഫർ ഫീക്കാണ് രാഹുലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയത് എന്ന വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം വരുന്ന സമ്മർ സീസണിൽ ഫ്രീ ഏജന്റ് ആയിട്ട് എവിടെയെങ്കിലും പോകാനിരിക്കുന്ന രാഹുലിനെ എന്തെങ്കിലും എമൗണ്ട് വാങ്ങിച്ചു വിടുന്നു എന്നുള്ളത് ഫിനാൻഷ്യലി നോക്കുമ്പോൾ ശരിയാണ്. പക്ഷേ ഒരു ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നെങ്കിലും 4 നക്കാപ്പിച്ച കളക്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് 25 ലക്ഷം രൂപ താഴെ, 25 ലക്ഷം രൂപയോ അല്ല, അതിൽ താഴെയുള്ള എമൗണ്ടാണ് നക്കാപ്പിച്ച എന്നൊക്കെ പറയുന്നത്. ഞാൻ ഒരിക്കലും രൂപയുടെ വില കുറച്ച് പറയുന്നതല്ല, ഒരു കാഷ്വൽ യൂഷ്വൽ ടെർമിനോളജി ആയിട്ട് പറഞ്ഞു പോയതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ ഒരു സെറ്റപ്പിലാണ് ഞാൻ പറഞ്ഞു പോയത്. അപ്പം നമ്മുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പണമല്ലാതെ വേറെ ഒന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എവിടെയും ലക്ഷ്യം വെക്കുന്നില്ല എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് രാഹുൽ കെ പിയുടെ 25 ലക്ഷം രൂപയിൽ താഴെ നിൽക്കുന്ന ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചുള്ള ഒഡീഷയിലേക്കുള്ള പലായനം എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്.